നമസ്കാരം. മല്ലൂസ് ബില്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മളങ്ങനെ ഇപ്പോൾ മലേഷ്യയിലെത്തിയിരിക്കുകയാണ്. മലേഷ്യയിലെ ആദ്യത്തെ എപ്പിസോഡാണ്. ഇനി അങ്ങോട്ട് മലേഷ്യയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൻ്റെ ഫുൾ വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ വരിക. മറക്കാതെ എല്ലാവരും സ്ഥിരമായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മളങ്ങനെ ആദ്യമായിട്ട് മലേഷ്യയിലെത്തിയിരിക്കുന്ന ടൂറിസ്റ്റ് സ്പോട്ട് എന്നുള്ളത് ഇസ്താന നെഗാരയാണ്. ഇസ്താന നെഗാരയുടെ അർത്ഥം എന്നുള്ളത് നാഷണൽ പാലസ് എന്നുള്ളതാണ്. അതായത് മലേഷ്യൻ രാജാവായ യാങ്ഡെ പെർഡുവാൻ അഗോങ്ങിൻ്റെ ഔദ്യോഗിക വസതിയാണിത്. മലേഷ്യയുടെ ക്യാപിറ്റലായിട്ടുള്ള ക്വാലലംപൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ മലേഷ്യയിൽ പാക്കേജ് എടുത്തിട്ടൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുപോകുന്ന, അല്ലാന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും കാണിക്കാൻ പോകുന്നതായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണിത്. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 2011 ഈ ഇസ്താന നെഗാര നിർമ്മിക്കപ്പെട്ടത്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ശരിക്കും മലേഷ്യൻ പാലസിൻ്റെ ഫ്രണ്ടിലാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. കോമ്പൗണ്ടിനകത്ത് നമുക്ക് കയറാൻ പറ്റില്ല. അത് ഒബ്വിയസ്ലി നമുക്കറിയാം, അത് രാജകൊട്ടാരമാണ്. അപ്പോൾ അതുകൊണ്ട് മ്യൂസിയം അല്ല. എനിവേ, നമുക്ക് രാജകൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് വരെ നമുക്ക് വന്ന് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നില്ലേ? ഇത് തന്നെ വലിയ കാര്യമാണ്. നമ്മളൊരു പുതിയ രാജ്യത്ത് പോകുമ്പോൾ നമ്മൾ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ മാത്രം പുറകിൽ പോകാണ്ട് ആ രാജ്യത്തിൻ്റെ ചരിത്ര പ്രധാനവും സാംസ്കാരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാനൊക്കെ ശ്രമിക്കുക. പണ്ട് കാലത്തെ തനിമ നിലനിർത്തിക്കൊണ്ട് കുതിരപ്പുറത്തൊക്കെ നിൽക്കുന്ന സെക്യൂരിറ്റിയാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയത്, ആകപ്പാടെ 3 സെക്യൂരിറ്റികൾ മാത്രമേ ഇവിടെയുള്ളൂ. ആയുധവും കയ്യിലെത്തിക്കൊണ്ട് അവിടെ നിൽക്കുന്ന പോലീസുകാരെയും പട്ടാളക്കാരെയും ആരെയും ഇവിടെ കാണുന്നില്ല. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു മന്ത്രിയുടെ വീട് ചുറ്റും കാണും 4-5 സ്റ്റാഫുകൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഈ ജനാലിക്കുള്ളിലൂടെ കാണുന്നതാണ് കൊട്ടാരം എന്നുള്ളത്. ഇവിടെ വരുന്നവർ എപ്പോഴും ഒരു കുട കരുതുന്നത് നന്നായിരിക്കും. കാര്യം അന്യായ ചൂടാണ്, ഭയങ്കര വെയിലാണ്. ഇവിടെ വെയിൽ കാരണം നമുക്ക് ഇരിക്കാനുള്ള ചെയറോ ബെഞ്ചോ ഷെഡോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ലൂക്കയുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ് ഈ മലേഷ്യൻ ട്രിപ്പ് എന്നുള്ളത്. 2007 നവംബറിലാണ് ഈ കൊട്ടാരത്തിൻ്റെ പണികൾ തുടങ്ങിയത്. 812 ദശലക്ഷം റിങ്കിറ്റാണ് ഈ കൊട്ടാരം പണി കഴിപ്പിക്കാനെടുത്ത ചിലവെന്നുള്ളത്. മലായ് ഇസ്ലാമിക് വെസ്റ്റേൺ ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കിനി അടുത്ത പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനിൽ പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മലേഷ്യൻ സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. മലേഷ്യയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടും നമ്മൾ മിസ്സാക്കില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മലേഷ്യയിലെ എല്ലാ കാഴ്ചകളും ഈ ഒരു സീരീസിലൂടെ കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ വിശദമായിട്ടുള്ള വിവരങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും നമ്മുടേത്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.